പോയ വാരത്തിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും ചർച്ചയാവാതെ പോവുകയും ചെയ്ത വിഷയങ്ങളും സംഭവങ്ങളും പരിശോധിക്കുകയാണ് ഫോർവേഡ് ഫോക്കസ്. പറക്കാനൊരുങ്ങിക്കോളൂ, ഭാരതത്തിന്റെ ഹൈഡ്രജൻ ട്രെയിൻ ഉടൻ ട്രാക്കിലെത്തുന്നു. രാജ്യത്തിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ ഹൈഡ്രജൻ ട്രെയിൻ യാത്രയ്ക്കൊരുങ്ങുകയാണ്. ഗതാഗത മേഖലയിൽ വൻ വിപ്ലവത്തിന് കാരണമാകുന്ന ഹൈഡ്രജൻ ട്രെയിനിലൂടെ തീവണ്ടി യാത്രയിൽ പുതുചരിത്രമെഴുതുകയാണ് ഇന്ത്യൻ റെയിൽവേ. മലിനീകരണങ്ങളില്ലാതെ കുതിച്ചു പായുന്ന വേഗം, പരിസ്ഥിതി സൗഹാർദ്ദ യാത്ര, വിശേഷണങ്ങളേറെയാണ് ഈ വേഗവീരന്. ചെന്നൈ ആസ്ഥാനമായ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ് തദ്ദേശീയമായി ട്രെയിൻ നിർമ്മിക്കുന്നത്. വന്ദേ ഭാരത് സ്ലീപ്പർ, ഹൈപ്പർലൂപ്പ് എന്നിവയ്ക്ക് പുറമെ നവീനവും ഏറ്റവും വേഗമേറിയതുമായ സാങ്കേതിക വിദ്യകളും പരിസ്ഥിതി സൗഹൃദമായ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് രാജ്യത്തിന്റെ ഗതാഗത മേഖലയെ ലോക നിലവാരത്തിന്റെ ട്രാക്കിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് നരേന്ദ്രമോദി സർക്കാർ. ആകാശയുദ്ധങ്ങളിൽ അസ്ത്ര തകർക്കും, ശത്രുവിന്റെ തലയെടുക്കും. വായുവിൽ നിന്നുകൊണ്ട് വായുവിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകളിൽ മറ്റുള്ള ആയുധശക്തികളെ വെല്ലുന്ന കൃത്യതയുമായി ഭാരതത്തിന്റെ സ്വന്തം അസ്ത്ര മിസൈൽ. ആകാശത്ത് 100 കിലോമീറ്ററിലധികം ദൂരമുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന തരത്തിലാണ് അസ്ത്ര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ശത്രുവിന്റെ ചലിക്കുന്ന ലക്ഷ്യങ്ങളെ പിന്തുടർന്ന് തകർക്കാൻ ഭാരതത്തിന്റെ അസ്ത്രയ്ക്ക് നിമിഷ നേരം കൊണ്ട് സാധിക്കും. രാജ്യസുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിരോധ മേഖലയിൽ രാജ്യത്തിന്റെ സുപ്രധാന ചുവടുവയ്പായി മാറുകയാണ് തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ അസ്ത്രയുടെ പരീക്ഷണ വിക്ഷേപണ വിജയം. ഭാരതം തന്നെ വികസിപ്പിച്ച യുദ്ധവിമാനമായ തേജസ് MK-1 ഉപയോഗിച്ചായിരുന്നു അസ്ത്രയുടെ വിജയകരമായ വിക്ഷേപണം. ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യം എന്നതിൽ നിന്ന് സ്വന്തമായി ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്ത് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന രീതിയിലേക്ക് ഭാരതം വളരുകയാണ്. റഷ്യ-ഉക്രൈൻ വെടിനിർത്തലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞു പുടിൻ. ആഗോളതലത്തിൽ നരേന്ദ്രമോദി എന്ന നേതാവിന്റെ സ്വീകാര്യതയെ ലോകം നേരിൽ കണ്ട സമയങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന രാജ്യങ്ങളെല്ലാം ആ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി നൽകിയാണ് പ്രധാന സേവകനെ സ്വീകരിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്ന പരിഹാരത്തിനായി ഇന്ന് ലോകം ആശ്രയമായി കാണുന്ന പേരുകളിലൊന്നാണ് ഗുജറാത്തിൽ നിന്ന് ഡൽഹിയിലെത്തി ഇന്ദ്രപ്രസ്ഥം ഭരിക്കുന്ന ആ സാധാരണക്കാരൻ. ഇപ്പോൾ ഇതാ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തുറന്നുകൊണ്ടിരിക്കുന്ന ഉക്രൈൻ റഷ്യ യുദ്ധം തത്വത്തിൽ വെടിനിർത്തലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് നിരന്തരം ഇടപെട്ട ലോക നേതാക്കളിൽ പ്രധാനിയാണ് പ്രധാനമന്ത്രി മോദി. കഴിഞ്ഞ ജൂലൈയിൽ റഷ്യയിലേക്കും ഓഗസ്റ്റിൽ ഉക്രൈനിലേക്കും സന്ദർശനം നടത്തി സമാധാനത്തിന് ഇരു രാഷ്ട്രങ്ങളെയും മോദി പ്രേരിപ്പിച്ചിരുന്നു. ഈ അവസരത്തിലാണ് വാർത്താ സമ്മേളനത്തിൽ നരേന്ദ്രമോദിക്ക് പുടിൻ നന്ദി പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയ്ക്കും ചൈനയ്ക്കും റഷ്യയ്ക്കുമൊപ്പം പുതുചരിത്രമായി ISRO SpaceX ഡീഡോക്കിംഗ്. ബഹിരാകാശത്ത് വീണ്ടും വിജയക്കുതിപ്പുമായി ഭാരതത്തിന്റെ അഭിമാനമായ ISRO 2 ഉപഗ്രഹങ്ങൾ കൂട്ടിയോജിപ്പിച്ച് വീണ്ടും വേർപെടുത്തുന്ന സാങ്കേതികവിദ്യയായ ഡീഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കി. ബഹിരാകാശ രംഗത്ത് ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായിരിക്കുകയാണ് ഭാരതം. മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിനും സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങൾക്കും ഏറെ പ്രധാനപ്പെട്ടതും നിർണായകവുമാണ് SpaceX ഡീഡോക്കിംഗ് എന്ന ഈ മഹാവിജയം. കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടെ ബഹിരാകാശ അധിഷ്ഠിത സേവനങ്ങൾക്കായി കൂടുതൽ ഫണ്ട് അനുവദിക്കാനും ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും രാജ്യത്തെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വലിയ ശ്രമങ്ങളും പ്രോത്സാഹനങ്ങളുമാണ് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ രാജ്യത്തിന്റെ കുതിച്ചുചാട്ടങ്ങൾക്ക് കാരണമെന്ന് നിസ്സംശയം പറയാവുന്നതാണ്. ലോകത്തെ ഞെട്ടിച്ച് ഭാരതത്തിന്റെ ഹൈപ്പർലൂപ്പ്. കടലും ആകാശവും കീഴടക്കി ഇനി അതിവേഗം ഒരു കുഴൽ യാത്ര, അതും കരയിൽ വിമാനത്തേക്കാൾ ഇരട്ടി വേഗത്തിൽ. അതിനെ സാധ്യമാക്കുകയാണ് ഹൈപ്പർലൂപ്പ് ട്രെയിൻ ടെക്നോളജി. ലോകത്ത് രാജ്യങ്ങൾ ഹൈപ്പർലൂപ്പ് ട്രെയിനുകളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അതിവേഗം അതിനെ സാധ്യമാക്കുകയാണ് ഭാരതം. റെയിൽവേ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ IIT ചെന്നൈയിൽ നിർമ്മിച്ച 410 മീറ്റർ ഹൈപ്പർലൂപ്പ് ടെസ്റ്റ് ട്യൂബ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഹൈപ്പർലൂപ്പ് സംവിധാനമാണ്. നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർലൂപ്പ് ട്യൂബ് ട്രാക്കായി ഇത് മാറും. ഗതാഗത മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന മോദി സർക്കാരിന് കീഴിൽ അതിവേഗ ഹൈപ്പർലൂപ്പ് ട്രെയിൻ യാഥാർത്ഥ്യമാകുന്നതോടെ വളർച്ചയുടെ ഗതിവേഗം കൈവരിച്ച് രാജ്യത്തിന് പുതിയ നേട്ടങ്ങളിലേക്ക് കുതിക്കാനാകും.